നമസ്കാരം. ഗതാഗത മന്ത്രിയെ ചുമതല ഏറ്റതിനു പിന്നാലെ ഗണേഷ് KSRTCയിൽ പാഴ്ചെലവ് കുറയ്ക്കാനാണ് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞതും. ഗണേഷിന്റെ വാക്കുകൾ CPMലെ തന്നെ പലർക്കും രസിച്ചില്ല. ചിലർ അത് പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു. മുൻ മന്ത്രി ചെയ്തതെല്ലാം തെറ്റാണെന്ന് വരുത്താനാണ് ഗണേഷ് ശ്രമിക്കുന്നതെന്ന വികാരവും ശക്തമായി. ഇതിനിടെയാണ് ബസിന്റെ കാര്യത്തിൽ മന്ത്രി പ്രസ്താവന നടത്തിയത്. കാര്യങ്ങൾ ശരിയായി പഠിക്കാതെയാണെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ബസ്സുകളിൽ കേന്ദ്രത്തിന്റെ സ്മാർട്ട് സിറ്റി ഫണ്ട് കൂടി ഉപയോഗിച്ചുള്ളതാണ്. അങ്ങനെ കേന്ദ്ര ഫണ്ട് ലഭിക്കണമെങ്കിൽ അത് ഇലക്ട്രിക് ബസ്സുകൾ ആകണമെന്നാണ് കേന്ദ്ര നയം. ഡീസൽ ബസ്സുകൾക്ക് ഈ ഫണ്ട് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബസ്സുകളെ പൂർണ്ണമായും തടയാൻ കഴിയില്ലെന്ന് വ്യക്തം. അതേസമയം വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ തള്ളുന്നതാണ് KSRTCയുടെ വാർഷിക റിപ്പോർട്ടും. ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി 8.21 രൂപ ലാഭമുണ്ട്. ജൂലൈയിൽ ഇത് 13.46 രൂപ വരെയായി ഉയർന്നിരുന്നു. 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയായി 2.88 കോടി രൂപ ലാഭം കിട്ടി. ഈ കണക്കാകും KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അതായത് CMD ബിജു പ്രഭാകർ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയെന്നതാണ് സൂചന. ഇനി ബസ്സുകൾ വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുകയാണ്. സിറ്റി സർക്കുലർ സർവീസിന് ഇനി ഡീസൽ ബസ്സുകളെ വാങ്ങൂ എന്ന തീരുമാനവും തിരുത്തേണ്ടി വരും. സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന 45 ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ CMD നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല. ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വെക്കുകയോ ആണ് മാർഗം. 950 ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി സേവ ബസ് പദ്ധതിയിലും കേരളം നിലപാട് അറിയിച്ചിട്ടില്ല. ബസും ഡ്രൈവറും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ലാഭവിഹിതം കേന്ദ്രത്തിന് നൽകണം. ബസ്സുകൾ എത്തിയാൽ ഇന്ധന ചെലവിൽ മാസം 15 കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് KSRTCയുടെ തന്നെ റിപ്പോർട്ട്. CPMും തള്ളിപ്പറഞ്ഞ ശേഷം ഗണേഷ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മുൻ മന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടമാണെന്നാണ് പിൻഗാമിയായ KB ഗണേഷ് കുമാറിന്റെ കണ്ടെത്തൽ മുന്നണിയിലും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. 110 ബസ്സുകളാണ് ഇപ്പോൾ ഓടുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM സേവയിൽ 950 ബസ്സുകൾ കൂടി കിട്ടാനുണ്ട്. ലാഭകരമല്ലെന്ന നിലപാടാണെങ്കിൽ അതും ഉപേക്ഷിക്കേണ്ടി വരും. വൈദ്യുതി വാടക ഉൾപ്പെടെ 26 രൂപയാണ് ബസിന്റെ കിലോമീറ്റർ ചെലവെന്നാണ് 3 മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. വരവ് 46 രൂപയെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ഒരു ബസിന്റെ വിലയ്ക്ക് 4 ചെറിയ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷിന്റെ വാദം. വരുമാനത്തിന്റെ പകുതിയും ചെലവാകുന്നത് ഡീസലിനാണെന്നും ഡീസൽ ബസ്സുകളുടെ എണ്ണം കൂടിയാൽ ചെലവ് കൂടുമെന്നുമാണ് മറുവാദം. തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കിയ സിറ്റി സർക്കുലർ ബസ്സുകൾ ലാഭകരമല്ലെന്നും ആളില്ലാതെ ഓടുന്ന ബസ്സുകൾ പുനഃക്രമീകരിക്കുമെന്നും തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു. മുൻ മന്ത്രി ആന്റണി രാജുവും KSRTC മാനേജ്മെന്റും പദ്ധതി ലാഭമാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. സിറ്റി സർക്കുലർ ബസ് പദ്ധതിക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ എത്ര നാൾ ഓടുമെന്ന് ഉണ്ടാക്കിയവർക്ക് പോലും അറിയില്ലെന്നും ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പു നൽകാൻ സാധിക്കുമോ എന്നും ഗണേഷ് കുമാർ ചോദിച്ചിരുന്നു. ഒരു ബസിന്റെ വിലയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ വാങ്ങും. അതാകുമ്പോൾ മലയോര പ്രദേശത്തേക്ക് ഓടിക്കാം. ബസ്സുകൾ 10 രൂപ ടിക്കറ്റിൽ ഓടിയതോടെ സ്വകാര്യ ബസ്സുകളെയും ഓട്ടോറിക്ഷകളെയും KSRTCയുടെ ഡീസൽ ബസ്സുകളെയും ബാധിച്ചു. ഗതാഗത മന്ത്രി ഓട്ടോറിക്ഷക്കാരെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു. എന്നാൽ ഗണേഷിനെ എതിർത്തുകൊണ്ടാണ് വട്ടിയൂർക്കാവ് MLA P പ്രശാന്ത് പരസ്യമായി രംഗത്ത് വന്നത്. ഇതിൽ നിന്ന് തന്നെ CPM എതിർപ്പ് വ്യക്തമായിരുന്നു. ഇനി ബസ്സുകൾ വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നുവെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സിറ്റി സർക്കുലർ സർവീസിന് ഇനി ഡീസൽ ബസ്സുകളെ വാങ്ങൂ എന്ന തീരുമാനവും തിരുത്തേണ്ടി വരും. സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന 45 ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ CMD നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ്സുകൾ വാങ്ങാനാകില്ല. ബസ്സുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വെക്കുകയോ ആണ് മാർഗം. 950 ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി സേവ ബസ് പദ്ധതിയിലും കേരളം നിലപാട് അറിയിച്ചിട്ടില്ല. ബസും ഡ്രൈവറും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ്. ലാഭവിഹിതം കേന്ദ്രത്തിന് നൽകേണ്ടി വരും. അതേസമയം തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസ് അടക്കം സംസ്ഥാനത്തെ ഒട്ടേറെ KSRTC ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ചിലയിടങ്ങളിൽ വ്യവസ്ഥയില്ലാതെ ഫയലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്മാർട്ട് സാറ്റർഡേ
ആചരണം തുടങ്ങാൻ നിർദ്ദേശം വന്നത്. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ആഴ്ചതോറും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കും. അടുക്കും ചിട്ടയുമില്ലാതെ കിടക്കുന്ന ഫയലുകളും രജിസ്റ്ററുകളും വർഷം അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകം റാക്കുകളിലേക്കും അലമാരകളിലേക്കും മാറ്റണം. കാലഹരണപ്പെട്ട ഫയലുകൾ ഒഴിവാക്കണം. ഓഫീസും പരിസരവും വൃത്തിയാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒഴിവാക്കുന്ന ഫയലുകളുടെ വിശദാംശങ്ങൾ പ്രത്യേകം രജിസ്റ്ററാക്കി സൂക്ഷിക്കണം. ഉപയോഗശൂന്യമായ ഓഫീസ് ഉപകരണങ്ങളും ചുമർ ചിത്രങ്ങളും നീക്കം ചെയ്യണമെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ വൽക്കരണം വന്നതിനാൽ പേപ്പറിന്റെയും സ്റ്റേഷനറി സാധനങ്ങളുടെയും ഉപയോഗം കുറയ്ക്കും. ആളില്ലാത്ത സീറ്റുകളിൽ ഫാനും ലൈറ്റും ഉപയോഗിക്കരുത്. ഓരോ ഓഫീസിലെയും ആഴ്ചതോറുമുള്ള പ്രവർത്തന പുരോഗതി റിപ്പോർട്ട് അതത് യൂണിറ്റ് അധികാരികൾ ചീഫ് ഓഫീസിലെ വെൽഫെയർ ഓഫീസർക്ക് അയക്കണമെന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം. മാർച്ച് 31 മുമ്പ് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് പൂർണ്ണമായി പദ്ധതി നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. KSRTCയിലെ 2800ഓളം വരുന്ന ക്ലറിക്കൽ ജീവനക്കാരുടെ ജോലി പുനഃക്രമീകരണം പിന്നാലെ നടക്കുമെന്നും സൂചനയുണ്ട്. നന്ദി.